ഹായ്, വെൽക്കം ബാക്ക്. എന്തുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു തിരക്കുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നല്ല അത്യാവശ്യത്തിന് ജോലിയും അങ്ങനെ എന്താ പറയുക, നല്ല വർക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മൾ സാധാരണ എണീക്കണ പോലെ എണീറ്റ് നിസ്കാരവും ഓത്തും പ്രാർത്ഥനയും നടത്തും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് പിന്നെ ചായക്ക് വെള്ളം വെക്കാം കേട്ടോ. അടുപ്പത്തിച്ച് ചായക്ക് വെള്ളം വെച്ച് പിന്നെ ഗ്യാസുമ്മേൽ ഞാൻ ചായക്ക് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. മോൻക്ക് മദ്രസ പോകണം, അപ്പോൾ അവനക്കുള്ള ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ തിളച്ചു, മോൻക്ക് ചായയൊക്കെ കൊടുത്തിട്ടാ അവനങ്ങനെ മദ്രസ പോയി. പിന്നെ എന്താണ്, അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കുക എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ കുറച്ച് കൊത്തമരം ഉണ്ടായിന്. അപ്പോൾ അത് ഉപ്പേരിയും ഉണ്ടാക്കുക, വെണ്ടക്ക മുളകിടാന്ന് വിചാരിച്ച്. പിന്നെ മീനായിട്ട് കിട്ടിയിരിക്കുന്നത് ചെമ്മീനാട്ടോ. അപ്പോൾ ചെമ്മീനിട്ട് റോസ്റ്റും ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിച്ച്, അപ്പോൾ ഒന്നൊരു ഉഷാറല്ല നമുക്ക് കട്ടൻ ചായ ഒക്കെ കുടിച്ചാൽ രാവിലെ എണീറ്റ് ആദ്യം ഞാൻ വേറെ ചിയാ സീഡിൻ്റെ വെള്ളം കുടിക്കൂട്ടോ, പിന്നെയാണ് കുടിക്കാറുള്ളത് കട്ടൻ ചായ. അങ്ങനെ പിന്നെ ചായ തിളച്ചിട്ടാ. അപ്പോൾ ചായ തിളച്ചപ്പോൾ പിന്നെ അടുപ്പത്തേക്ക് വെക്കാൻ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ വിചാരിച്ച് ചോറിന് വെള്ളം വെക്കാമെന്ന്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടവിടെ. അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ റെഡി ആകുമ്പോഴത്തേന് ഇതിലേക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ ആദ്യം നമുക്ക് വെണ്ടക്ക മുളകിടലിലേക്ക് സെറ്റാക്കി വെക്കാൻ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ചതച്ച് വെച്ചിട്ടാണ് എല്ലാതും ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അങ്ങനെ വെണ്ടയ്ക്കൊക്കെയുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അതൊക്കെ റെഡിയായി. പിന്നെ നമുക്ക് എന്താണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നേക്കും പിന്നെ എന്താണ് വെണ്ടക്ക മുളകിടണേക്കും ഒക്കെ വേണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അതിലേക്കുള്ളതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. അങ്ങനെ പിന്നെ എന്താണ് അതൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്ത് എന്താണെന്ന് അപ്പോഴത്തേന് നമുക്ക് ഉപ്പേരിക്കുള്ളതും കൂടി അരിയാണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ കൊത്തമരമൊക്കെ അരിഞ്ഞ് അതൊക്കെ റെഡിയായി. പിന്നെ ചെമ്മീനക്ക് കുറച്ച് പുളി വേണം, അപ്പോൾ പുളി ലേശം വെള്ളത്തിലിട്ടേക്കട്ടാ. പിന്നെ ഇത് നമ്മൾ മുളകൊക്കെ ഉണക്കാൻ വെച്ചിരുന്നില്ല കുറച്ചൊക്കെ, അപ്പോൾ അതൊക്കെ ഉണങ്ങി റെഡി ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കിയിട്ട് പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അതൊരു നനവുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിലത്തൊന്ന് വെച്ചുകൊണ്ട് ഉണക്കിയെടുക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ ചോറ് ഒക്കെ വെന്തിട്ടാ. അപ്പോൾ ചോറൊക്കെ അങ്ങോട്ട് ഊറ്റിയെടുക്കട്ടെ. ചോറൊക്കെ ഊറ്റലും അതൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് വേഗം വെണ്ടക്ക ആദ്യം മുളകിട്ടാണ്. അപ്പോൾ എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടാം. അല്പം പൊട്ടിയെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉള്ളിയും ഒക്കെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് നമുക്ക് ഉടച്ചെടുക്കട്ടെ. അപ്പോൾ അതൊന്ന് വേകട്ടെ. അങ്ങനെ പിന്നെ ഒക്കെ തക്കാളിയും ഇതൊക്കെ നല്ലോണം ഉടഞ്ഞ് പിന്നെ നമുക്ക് പൊടികൾ യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയില്ലേ അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളകും പൊടി, കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ വെള്ളം വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊക്കെ നല്ലോണം ഒന്ന് ഇടയ്ക്കിടുന്ന് തിളച്ച് വെണ്ടക്കൊക്കെ വേവട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പോൾ വെണ്ടക്ക പാകത്തെ വേവൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അതൊന്നും ഇറക്കി വെച്ചങ്ങാണ്ട് പിന്നെ ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചങ്ങാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് അല്പം ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ചില്ലേ വെണ്ടക്ക മുളക് ഇട്ടത്. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടുകൊണ്ടൊന്ന് നമുക്ക് റെഡിയാക്കി കിട്ടാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബീഫ് കൊടുക്കുന്നു. അപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ കിട്ടുന്ന ഓരോ ഫ്രണ്ട്സിന് ഗൾഫ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ബീഫ് ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് ഇങ്ങനെ മസാലപ്പൊടി പിന്നെ ഫിഷ് മസാലയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പൊടികളൊക്കെ ഒന്ന് ഇതാക്കി വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ മീൻ ഇട്ട് കൊടുക്കട്ടെ. മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പിന്നെ ചെമ്മീനൊക്കെ അവിടെ കിടന്ന് വേവട്ടെ. എന്തായാലും ചെമ്മീനൊക്കെ വേവാൻ കുറച്ച് ടൈം പിടിക്കുമല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ടിട്ട് അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി വേവട്ടെ വിചാരിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴത്തേന് പിന്നെ അക്കൊക്കെ ഒന്ന് ക്ലീനാക്കാം എന്ന് വിചാരിച്ചിട്ടോ. ഇത്രയും മടക്കി വെക്കാണ്ട് കേട്ടോ, കണ്ടമാനം മടക്കി വെക്കാണ്ട്. അപ്പോൾ ഒതുക്കി പെറുക്കി വെക്കലും അപ്പോൾ എന്ന് വെച്ചാൽ അത് പിന്നീട് മടക്കി വെക്കാം. അപ്പോൾ ടൈമില്ല മടക്കി വെക്കാൻ. അപ്പോൾ പിന്നെ മെഷീനിൽ തിരുമ്പാളൊക്കെ മെഷീനിലിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പാളുള്ളതും പിന്നെ അതും ഇതും ബെഡ്ഷീറ്റും അതും ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടാണ്. പിന്നെ വേഗം പച്ചരി വെള്ളത്തിൽ ഇടാൻ മറന്നിട്ടാണ്. അപ്പോൾ ഞാൻ വെച്ചിരുന്ന പൊടി കൊണ്ട് ഇന്ന് ദോശ കലക്കിപ്പാരാം. അപ്പോൾ പിന്നെ ഒരു പൊടി എടുത്തുങ്ങാണ്ട് പിന്നെ വെള്ളത്തിൽ ഞാനിങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ട് പിന്നെ മിക്സിയിലിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. ഞാൻ അപ്പോൾ മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കണില്ല. അതിനൊന്നിങ്ങനെ നല്ലൊന്ന് പാകത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. പിന്നെ 9:30 സമയം. വന്ദേ ഭാരത് കറക്റ്റ് 9:30 തന്നെ പോട്ടാം. പിന്നെ അങ്ങനെ അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഞാൻ ഇടപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒക്കെ ഒന്നുകൂടി വേവാണ്ട് അപ്പോൾ വിചാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ദോശ ഇടാം. അപ്പോൾ മോനിക്ക് പോകാൻ ടൈം വയ്ക്കണം കേട്ടോ. മറ്റേ മോന് ചില ദിവസം നേരത്തെ പോകട്ടെ, 7:30 ആകുമ്പോഴത്തേനും അവൻ പോവും. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് നേരത്തെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്നിപ്പോൾ വൈകിട്ടാണ് ട്യൂഷന് പോകുന്നത്. കരാട്ടുള്ള ദിവസങ്ങളിൽ മാത്രം രാവിലെ 7:30 പോവും. അപ്പോൾ വൈകിട്ടാണ് എനിക്ക് കരാട്ട ക്ലാസ് ഉണ്ടാവല്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവനക്കുള്ളത് ദോശ ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ടാണ്. ഈ ദോശ ഇവിടെ അധികം ചൂടോടെ കഴിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ആദ്യം മോനക്കൊരു ചുട്ടെടുത്ത് പിന്നെ മറ്റേ മക്കൾ രണ്ടാളും സ്കൂളിൽ പോകുമ്പോഴത്തേനും അവർക്കും മോന് മദ്രസ ഇട്ട് വരും കേട്ടോ അപ്പോഴത്തേന്. അപ്പോൾ പിന്നെ ഓനക്കുള്ളതും ചുട്ടെടുക്കും. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് മോറി വെച്ച് ടേബിളും അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടാണ്. പിന്നെ നമ്മൾ ചെമ്മീൻ ഞാൻ ഇറക്കി വെച്ചിരിക്കണ്. അപ്പോൾ അതിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ അതോടെ മാറ്റി വെച്ച് ഞാൻ ദോശ അതിൻ്റെ ഇടയിൽ കൂടി ചുടലുണ്ട്. ബീഫ് അടക്കം തലക്കുമായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ അടുപ്പത്തേക്ക് വെക്കാൻ.
അപ്പോൾ വിചാരിച്ച് ബീഫ് കഴുകി ക്ലീനാക്കിയാൽ അതാണ്ട് വെച്ച് കൊടുക്കുക. പിന്നെ മോൻ വന്നപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് വഴുതനങ്ങ പൊരിച്ചത് വേണം സ്കൂൾക്ക് എന്ന്. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഒന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെറും മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടുങ്ങാണ്ട് നമുക്ക് വഴുതനങ്ങ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചട്ടി കിട്ടുങ്ങാണ്ട് ഒന്ന് ഇതേപോലെ പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വഴുതനങ്ങ പൊരിച്ച് റെഡി ആയിട്ടാണ്. അപ്പോൾ ദോശ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ദോശ ചുടൽ നടക്കുന്നുണ്ട് കേട്ടോ. ദോശ ചുടലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരുത്തർ വന്ന് ഫുഡ് കഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 തക്കാളിയും 2 വെല്ലുള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ബീഫ് മസാല കേട്ടോ. ബീഫ് മസാലയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മസാലപ്പൊടിയും അല്പം ഉപ്പും. അപ്പോൾ അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിൻ്റെ ചട്ടിയിലാകുമ്പോൾ മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കൊട്ടിങ്ങാണ്ട് മിക്സ് ചെയ്തെടുക്കുക വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പോൾ ചട്ടിയിൽ ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ഇനി എനിക്കും കൂടി ഉള്ള ദോശ കേട്ടോ ഞാൻ ചുടണത്. അപ്പോൾ എനിക്കുള്ള ദോശ മതി. അപ്പോൾ അതും ചുട്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ അടുത്തൊക്കെ ഒന്ന് ദോശപ്പാൽ എങ്ങനെയായാലും എല്ലായിടത്തൊക്കെ ഒന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും കൊണ്ടും ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ബീഫ് അടുപ്പത്ത് ആദ്യം ഒന്ന് ഒരു സുമാറ് അത്യാവശ്യമുള്ള വേവാക്കി എടുക്കട്ടെ. അപ്പോൾ ബീഫ് അവിടെ എടുക്കട്ടെ. അപ്പോൾ അവിടെയൊക്കെ സൈഡൊക്കെ തുടച്ച് ക്ലീനാക്കി അതൊക്കെ കഴിഞ്ഞ് ഞാൻ മക്കൾക്ക് പോവാൻ ടൈമായിട്ടാണ്. അപ്പോഴത്തേന് പിന്നെ ചായ കുടിച്ച പാത്രങ്ങളും അതൊക്കെ മോറി പിന്നെ മക്കളെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ കറ്റാർവായും നമ്മൾ മഞ്ഞളും പിന്നെ ആര്യപ്പൂല്ലേ അതും കൂടി ഉള്ളൊരു സോപ്പാട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ബീഫ് ഉണ്ടാക്കുന്ന ആൾക്ക് സോപ്പും വേണമെന്ന് പറഞ്ഞു. സോപ്പ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് മഞ്ഞൾ പറിച്ചെടുത്ത് പിന്നെ അത് നമ്മളെ പീച്ചിങ്ങ പൂവൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഇത് ചതുരപ്പയറാണ്. അപ്പോൾ ഉണ്ടായി വരുന്നുള്ളൂ. ആകെ 2 ഉണ്ടായിട്ടുള്ളൂ ടൈമിൽ. അപ്പോൾ വിചാരിച്ചു അവർ രണ്ടാൾ ഞാൻ വിത്തിന് വെക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ അവർ രണ്ടാൾ വിത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പൂവ് ഇട്ടിക്കണം, പക്ഷെ ഉണ്ടായി ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഇത് കിളിനാവലാണ്. നല്ല രസമാട്ടോ കാണാൻ. ഇതിൻ്റെ കളറും പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അങ്ങനെ ചാമ്പക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് ചാമ്പക്കൊക്കെ. കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചെടുക്കട്ടോ. പിന്നെ അത് പേരാപ്പിളാണ്. അപ്പോൾ അത് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ബീഫ് ഇടാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വേണം. അപ്പോൾ അതൊന്ന് കറിവേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചെടുക്കുക കുറച്ച്. പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സപ്പോർട്ട ഉണ്ട് കേട്ടോ പഴുത്തിക്കണ്. അപ്പോൾ അതും പൊട്ടിച്ച് പിന്നെ കുറച്ച് വെണ്ടക്ക മൂത്തിക്കുണ്ട് കേട്ടോ. വെണ്ടക്ക പിന്നെ എന്നും പൊട്ടിച്ചെടുക്കണം, എന്നാലേ വെണ്ടക്ക മൂക്കാതിരിക്കുള്ളൂ. പറ്റിയ മൂത്താൽ പിന്നെ ഒന്നിനും പറ്റില്ല വെണ്ടക്കൊക്കെ. അപ്പോൾ പിന്നെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചുവട്ടിലൊന്ന് വന്നിട്ട് അപ്പോൾ കണ്ടിരിക്കണം നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല കളറായി കണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് 3-4 പൊട്ടിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് അടിക്കുക. അപ്പോൾ വിചാരിച്ച് 3-4 അതും പൊട്ടിക്കാമെന്ന്. അപ്പോൾ പിന്നെ അത് പൊട്ടിച്ച്. പക്ഷേ നമ്മൾ സാധനത്തെക്കാട്ടിയും ടേസ്റ്റ് ഇങ്ങനെ ഈ വൈലറ്റ് കളറാട്ടാ. അത് നല്ല രസമാണ്. അത് മറ്റേത് ഭയങ്കര പുളിയാണ്. ഇതിക്കാകുമ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഇത് സ്വയം കഴിക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചാലും നല്ല രസമുള്ളൊരു ചുവ ഇട്ടത്. നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത്. പിന്നെ ഒരു വെള്ളരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പടോള് മുളച്ചതാണ്. അപ്പോൾ അത് മൂത്തുകൾ. അപ്പോൾ അതും പൊട്ടിച്ചെടുക്കുക വിചാരിച്ച്. അങ്ങനെ പിന്നെ പറമ്പിൽ നിന്ന് ഒക്കെ ഇതൊക്കെ ഇത്രയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ എല്ലാമൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ പിന്നെ നമ്മളെ കിച്ചൻ്റെ ബാക്കി പണിക്ക് നടക്കട്ടോ.
അങ്ങനെ പിന്നെ കിച്ചണിൽ വന്ന് അപ്പോൾ ബീഫ് നോക്കിയപ്പോൾ ഒന്നും കൂടി വേവാണ്ട് കേട്ടോ, അത്രാണ്ട് വെന്തിട്ടില്ല. നമുക്ക് പിന്നെ ഇത് ഹാഫ് വേവ് മതിയല്ലോ നമുക്ക് പൊരിച്ചെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ ബീഫ് അവിടെ എടുക്കട്ടെ വിചാരിച്ചപ്പോൾ ഞാൻ അടിക്കലും അടിച്ചു വാരലും തുടക്കലും അതൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചവിട്ടിടലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സോപ്പ് ഉണ്ടാക്കാൻ നിൽക്കാൻ വിചാരിച്ചത്. കറ്റാർവാഴ ആദ്യം പിന്നെ അതിൻ്റെ പഴുപ്പെടുക്കട്ടെ. പിന്നെ ഇത് മഞ്ഞളും അതും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് അതിൻ്റെ നീരാണ് ഞാൻ എടുക്കുന്നത്. അത് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് എടുത്ത് പിന്നെ ഇത് സോപ്പ് ബേസാണ്. അപ്പോൾ സോപ്പ് ബേസ് നമുക്ക് ഇങ്ങനെ കനം കുറഞ്ഞിട്ട് കട്ടില്ലാതെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മെൽറ്റ് ചെയ്തെടുത്ത് അപ്പോൾ അതിലേക്ക് ഇതാണ് നമ്മൾ മഞ്ഞളും കറ്റാർവാഴയും അരിയപ്പും കൂടി അരച്ചെടുത്തത്. അപ്പോൾ അത് ഒഴിച്ചങ്ങാണ്ട് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇനി നമുക്ക് അതിലേക്കൊരു ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മെല്ലിന് PSൻ്റെ സ്മെല്ലും കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആ ചൂടോടുക്കെ തന്നെ നമുക്ക് മോടുക്ക് സോപ്പിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടോടുക്കെ തന്നെ ഒഴിക്കണേ. അങ്ങനെ പിന്നെ സോപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ അപ്പം നമുക്ക് സോപ്പ് എടുത്ത് വെക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബീഫ് ഞാൻ പാകത്ത് വേവായപ്പോൾ ഉരുളിച്ചട്ടിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിലത്തെ വെള്ളങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വാർന്ന് കിട്ടാനും വേണ്ടിയിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കേട്ടോ. പിന്നെ ആ കണലാണ് ആവശ്യം പിന്നീട്. അപ്പോൾ ആ കണൽ അങ്ങനെ അവിടെ കിടന്ന് നല്ല മുരട്ടോട്ടെ കേട്ടോ. ഇതാ ഈ കണലിൽ ഇങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പോൾ പിന്നെ വിചാരിച്ചപ്പോത്തിന് പിന്നെ ഇവിടെ എടുത്ത് ഒരു താത്ത വിളിച്ചിട്ടാ. അപ്പോൾ അവർക്ക് അച്ചാർ വേണമെന്ന്. അപ്പോൾ ഞാൻ അവർക്കുള്ള അച്ചാറൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മാങ്ങയും നമ്മൾ ചെള്ളിപ്പൊടിയില്ലേ, ചെള്ളി വറുത്ത് വെക്കും. അപ്പോൾ ചെള്ളി മിക്സിയിലിട്ട് പൊടിച്ചിങ്ങാണ്ട് മാങ്ങ അച്ചാർക്ക് ആഡ് ചെയ്ത് കൊടുക്കല കേട്ടോ. അപ്പോൾ അത് അവർക്ക് വേണമെന്ന്. പിന്നെ ഒരു നാരങ്ങ അച്ചാറും വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അച്ചാറൊക്കെ കുപ്പിയിലൊക്കെ ആക്കി അതൊക്കെ റെഡിയായിട്ടോ. നമ്മൾ പിന്നെ അത് 2 അച്ചാറും കവറിലാക്കി സെറ്റാക്കി വെച്ച് അപ്പോൾ അവർ വന്ന് കൊണ്ടുപോയിക്കോളും. ഇല്ലെങ്കിൽ മോൻ വന്നാൽ മോൻ്റെ അടുത്ത് കൊടുത്തേക്കോട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഒന്നും കൂടി ഇറങ്ങി. അപ്പോൾ പോയിട്ട് കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പുല്ലും പിന്നെ മുരിങ്ങ എന്താണ് നമ്മൾ കരണ്ടേര് വന്നിന്. അപ്പോൾ അവർ വന്നപ്പോൾ വെട്ടിയൊക്കെ ചെയ്തിന് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് പിന്നെ അപ്പോൾ കൊത്തമര ഉപ്പേരി ഉണ്ടാക്കാൻ അതിലേക്കൊരു തേങ്ങയും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ ഞാൻ കൊത്തമര ഉണ്ടാക്കിയത്. അപ്പോൾ ചൂടോടൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു പാനിൽ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുകൊണ്ട് കടുകറുത്തിട്ട് വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ കൊത്തമര ഇട്ട് കൊടുക്കട്ടെ. പിന്നെ വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ സ്ലോവിലാക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്നുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കട്ടെ. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട, വെള്ളം പാകത്തിന് ഉപ്പിട്ടുകൊണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തുകൊണ്ട് വേവിച്ചെടുക്കാം. അങ്ങനെ പിന്നെ തേങ്ങ
തേങ്ങയും പച്ചമുളകും ഒതുക്കിങ്ങാണ്ട് അത് ഇട്ടെടുത്ത് എന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ആക്കി കൊടുത്തുകൊണ്ട് നമുക്കൊന്നുകൂടി മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊത്തമരൊക്കെ റെഡിയായി. പിന്നെ ഞാൻ രണ്ടാളും കൂടി ചോറ് തിന്നാനൊക്കെ നിന്നിട്ടാ. അങ്ങനെ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പാൻ കുറച്ചും കൂടി ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി തോരട്ട്. പിന്നെ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമയം 3:30 ആയിട്ടോ. അപ്പോൾ പിന്നെ മോളെ വിളിക്കാൻ പോകേണ്ടി വന്ന്. അപ്പോൾ പിന്നെ മോളൊക്കെ ഒന്ന് വിളിച്ച് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വരവാട്ടോ. അപ്പോൾ മോൾക്ക് അരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അരിയും വാങ്ങി അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സ്റ്റെപ്പും ഇരിക്കുമ്പോൾ കണ്ടിക്കണ് ഒരാൾ. ഇയാളിപ്പോൾ ഇടക്കും തലക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മീനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. അപ്പോൾ പിന്നെ അങ്ങനെ മക്കൾ വന്ന് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് അവരതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പി ചേർത്തൊക്കെ എടുക്കുക. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ മഴക്കാറുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യുമെന്ന് ഉറപ്പില്ല. എന്താ വെച്ചാൽ തൈകളൊക്കെ വാടിപ്പോയിക്കും. അപ്പോൾ വാട്ടം വന്നിരിക്കണം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, വൈകുന്നേരം ഒന്ന് നനച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്നൊക്കെ നനച്ചൊക്കെ കൊടുത്ത് നനക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് സമയം 6 മണിയായിട്ടാണ്. നനക്കലും പിന്നെ കോഴിക്കൊക്കെ ഫുഡ് കൊടുക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 6 മണിയായി. പിന്നെ വന്നിട്ടാണ് ഞാൻ സോപ്പ് എടുക്കണത് കേട്ടോ. അപ്പോൾ സോപ്പൊക്കെ നല്ല സെറ്റ് ആയിക്കണ്. നല്ല സോപ്പൊക്കെ നല്ല ഉഷാറായിക്കണം കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ അങ്ങനെ സോപ്പൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കാമല്ലോ നമുക്ക് സോപ്പ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് സോപ്പൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി. നമുക്ക് ആവശ്യമുള്ള സോപ്പ് നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ്. ഞാനിപ്പോൾ സോപ്പൊന്നും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറില്ല. ഞാൻ തന്നെ ഉണ്ടാക്കലാണ്. നമുക്കുള്ള സോപ്പ് അധികം നമ്മൾ ഉണ്ടാക്കിയും കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ഏത് വിധത്തിലാണ് സോപ്പ് ഉണ്ടാക്കുക, നമുക്ക് ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്തായിട്ട് നമുക്ക് ഇഷ്ടം സോപ്പ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടാണ്. അങ്ങനെ പിന്നെ സോപ്പ് ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നില്ല ഞാൻ. അപ്പോൾ അവർക്കുള്ളത് പാക്ക് ചെയ്യാം കേട്ടോ സോപ്പ്. പിന്നെ ഇനി അതേപോലെ നമുക്ക് ബീഫും പാക്ക് ചെയ്യാം. പിന്നെ ബീഫൊക്കെ പൊടിയലും ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ചായയും 2 ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മീൻകാരൻ വന്ന്. അപ്പോൾ മീൻ അയിലയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് അയില വാങ്ങി. അങ്ങനെ പിന്നെ മീനൊക്കെ വാങ്ങി തന്ന് കാക്ക എയർപോർട്ടിൽ പോയിട്ടാണ് കൊണ്ടാക്കാനും ഇതിനൊക്കെ പോയി. പിന്നെ ഞാൻ വിചാരിച്ച് കുറേ മടക്കി വെക്കാണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് പിന്നെയും കൂട്ടി വെക്കുമ്പോൾ പിന്നെയും കൂടും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മടക്കി വെച്ച് എല്ലാതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കലും. പിന്നെ വന്നപ്പോൾ കണ്ടിക്കണ് നല്ല മഴ കേട്ടോ. നല്ല മഴ പെയ്തു അത്യാവശ്യത്തിന്. അപ്പോൾ പിന്നെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ പേയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.